നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മറ്റൊന്നുമല്ല, വയനാട് സുൽത്താൻ ബത്തേരി ദൊട്ടപ്പൻകുന്ന് എന്ന് പറയുന്ന പ്രദേശത്ത് കഴിഞ്ഞ ദിവസം ഒരു പുള്ളിമാൻ വന്നു എന്ന് മാത്രമല്ല, പുള്ളിമാൻ ഓടി വന്ന് കയറിയത് ഒരു ബ്രാൻഡഡ് ഷോറൂമിലേക്കാണ്, ഒരു പ്രമുഖ ബ്രാൻഡിൻ്റെ ഷോറൂമിലേക്കാണ്. അങ്ങനെ ഈ ഒരു പുള്ളിമാൻ ആ ഒരു ഷോറൂമിലേക്ക് കയറി പിന്നീട് അവിടെ ഒരു അരമണിക്കൂറോളം ചെലവഴിച്ചു എന്നുള്ളതാണ് പിന്നെ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. മാത്രമല്ല, അതിന് ശേഷം പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അതിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു കാഴ്ചയുമുണ്ട്. അപ്പോൾ ഏതായാലും പുള്ളിമാൻ ഈ ബ്രാൻഡഡ് ഷോറൂമിലേക്ക് കയറി നേരെ ചെന്നത് അവിടുത്തെ ഡ്രസ്സിങ് റൂമിലേക്കാണ്. ഡ്രസ്സിങ് റൂമിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പുള്ളിമാൻ അതിൻ്റെ തന്നെ ചിത്രം അല്ലെങ്കിൽ അതിൻ്റെ തന്നെ പ്രതിബിംബം കണ്ണാടിയിലൂടെ കാണുന്നത്. അങ്ങനെ കുറച്ച് നേരം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് ശേഷം അങ്ങനെ സമയം പോയി. പിന്നീട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് അതിനെ കൂട്ടിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. ഏതായാലും അതാണ് അന്ന് നടന്നൊരു സംഭവം. നമുക്ക് ഏതായാലും അതിൻ്റെ വിഷ്വൽ ഒന്ന് കണ്ടിട്ട് വരാം. ഏപ്രിൽ 26 ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് സംഭവം നടന്നത്. തെരുവ് നായ്ക്കൾ ഓടിച്ച് കൊണ്ടുവന്ന ഒരു പുള്ളിമാനാണ്. പുള്ളിമാൻ ഓടി വന്ന് നേരെ കയറിയത് ബത്തേരിയിലെ പ്രമുഖ ഒരു ബ്രാൻഡഡ് ഷോറൂം, ഒരു തുണിക്കടയാണ്. അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. ഏതായാലും അതിൻ്റെ ഉള്ളിൽ കയറി പുള്ളിക്കാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം കറങ്ങി നടന്നതിന് ശേഷം പിന്നീട് നേരെ ഡ്രസ്സിങ് റൂമിലേക്ക് കയറുമായിരുന്നു. ഡ്രസ്സിങ് റൂമിൽ നമുക്കറിയാം ഭിത്തിയിലൊക്കെ ചില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ മാൻ്റെ തന്നെ പ്രതിബിംബം ഈ ഒരു ചില്ലിൽ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്ന് കുറച്ച് നേരം നിന്നു. ആ കാഴ്ച കാണാൻ നല്ല രസമായിരുന്നു. പലരും അതിനെ മാൻ സൗന്ദര്യം നോക്കി നിൽക്കുമായിരുന്നു എന്നൊക്കെ വിശേഷിപ്പിച്ചെങ്കിലും ഒരുപക്ഷെ മാൻ അതിൻ്റെ കൂട്ടത്തിലുള്ള മാൻ ആയിരിക്കാം എന്ന് തെറ്റിദ്ധരിച്ചായിരിക്കും അത് നോക്കി നിന്നത് എന്നുള്ളതാണ് ഇപ്പം നമുക്ക്. ഏതായാലും അരമണിക്കൂറോളം മാൻ ഈ ഡ്രസ്സിങ് റൂമിൽ തന്നെ ചെലവഴിച്ചു. ആ ഒരു സമയത്ത് തന്നെ ഈ ഒരു കടയിലെ സ്റ്റാഫ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിളിച്ച് വിവരം പറഞ്ഞു. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്നപ്പോഴത്തേക്കും ഏകദേശം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞു. അതിനുശേഷം ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഫോറസ്റ്റുകാർ അതിനെ വലയിലാക്കി കൊണ്ടുപോവുകയായിരുന്നു. പിന്നീട് അതിനെ കാട്ടിൽ തുറന്ന് വിടുകയുമായിരുന്നു. ഏതായാലും ഇതാണ് അന്ന് സംഭവിച്ച ഒരു കാര്യം. ഏതായാലും വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയായിരുന്നു അല്ലേ. ഏതായാലും ഒരു ബ്രാൻഡഡ് ഷോറൂം തന്നെ പുള്ളിമാൻ തിരഞ്ഞെടുക്കാൻ കാണിച്ചത് വളരെ നന്നായി. കാരണം ഏതായാലും മാനോടൊപ്പം തന്നെ ആ ഷോറൂമും ഇപ്പോൾ ഫേമസ് ആയിരിക്കുകയാണ്. ഇത് വളരെ വൈറലായിരുന്നു ഈ ഒരു ന്യൂസ്. നമ്മൾ അന്ന് തന്നെ ഇടേണ്ടതായിരുന്നു. പക്ഷേ നമ്മുടെ ടോപ്പിക്കും നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന കുറച്ച് കണ്ടൻ്റ് ഉണ്ട്, അതൊക്കെ ആ ഒരു ഓർഡറിൽ മാത്രമേ നമുക്ക് പോസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ദിവസം വൈകിപ്പോയത്. ഏതായാലും മാനുകൾ ഇങ്ങനെ ബത്തേരി ടൗണിലേക്ക് ഇറങ്ങുന്നത് ഒരു പുതുമയുള്ള കാഴ്ചയൊന്നുമല്ല, പുതിയ വാർത്തയുമല്ല. ഇതിനു മുന്നേയും
പലതവണ മാന് ബത്തേരി ടൗണിൻ്റെ പല ഭാഗങ്ങളിൽ ഇറങ്ങുകയും ഇതേപോലെ തന്നെ തെരുവുനായയുടെ ആക്രമണത്തിൽ നിന്ന് തന്നെ രക്ഷപ്പെട്ട് പല കടകളിലും ഇതുപോലെ ഇതിനു മുന്നേ മാനും പന്നിയൊക്കെ കയറി ചെല്ലുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒരു 6 മാസം മുന്നേ തന്നെ നമ്മൾ കണ്ടതാണ്. ബത്തേരിയിൽ തന്നെ മറ്റൊരു ഷോപ്പിൽ, ഒരു ഫർണിച്ചർ ഷോപ്പിൽ ഇതേപോലെ മാൻ ഓടി വന്ന് കയറി, ഒരു തെരുവുനായ്ക്കളുടെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് കയറി ആ ഒരു ഫർണിച്ചർ ഷോപ്പിൽ കയറി കുറേ പരാക്രമമൊക്കെ കാണിച്ച് അവിടെ കുറേ നാശനഷ്ടമൊക്കെ വരുത്തി പിന്നീട് മാനിനെ പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യമൊക്കെ അന്നും നമ്മൾ കണ്ടതാണ്. അത് നമ്മുടെ ചാനലിൽ കൂടെ തന്നെ കാണിച്ചതുമാണ്. ഏതായാലും ഈ പ്രാവശ്യവും ഇതേപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ്. ഇതൊക്കെ വെളിവാക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ അതുപോലെ തന്നെ പെരുകിയിട്ടുണ്ട്. ഇപ്പോൾ നാട്ടിലേക്കും ഒരു പേടി കൂടാതെ മാനുകളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് മാനായതുകൊണ്ട് നമുക്കിപ്പോൾ വലിയൊരു വിഷയമില്ല. പക്ഷേ ഇത് അതേ സ്ഥാനത്ത് ഒരു കാട്ടുപന്നിയോ അതേപോലെ കാട്ടുപോത്തൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ചിന്തയും നമ്മുടെ ഒരു പ്രതികരണമൊന്നും ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. വലിയ അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവം തന്നെ ആയി പോകും. മാത്രമല്ല ഇതുപോലെ ജനങ്ങളൊക്കെ ഒത്തിരി ആളുകൾ ഒഴുകി വരുന്ന ഒരു ടൗണിലേക്കൊക്കെ ഇതുപോലെ വന്യമൃഗങ്ങളൊക്കെ വരിക എന്ന് പറയുന്നത് തന്നെ വളരെ പേടിപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ്. ഏതായാലും മാനായതുകൊണ്ടും അതൊരു നിരുപദ്രവകാരിയായ ഒരു ജീവി ആയതുകൊണ്ടും ആർക്കും ഒന്നും പറ്റാത്തതുകൊണ്ടും നമുക്കിപ്പോൾ ഒരു വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഏതായാലും കൗതുകമുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ കാണിച്ചത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.